ശബരിമല സോളാർ പദ്ധതിക്ക് വൈദ്യുതി വകുപ്പ് തടസ്സം നിൽക്കുന്നതിൽ ദേവസ്വം ബോർഡിന് കടുത്ത അമർഷം. സാങ്കേതിക തടസ്സങ്ങൾ ഉന്നയിച്ചാണ് ശബരിമലയിലേക്ക് ഏറെ ഗുണം ചെയ്യുന്ന പദ്ധതിക്ക് വൈദ്യുതി വകുപ്പ് അനുമതി നിഷേധിച്ചത്. വൈദ്യുതി വിതരണ ലൈനുകൾ കാലപ്പഴക്കം ചെന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് KECB ചൂണ്ടിക്കാട്ടുന്നു. ഒരു വർഷം വൈദ്യുതി നിരക്കായി 6.5 കോടിയിലധികം രൂപയാണ് ദേവസ്വം ബോർഡ് KECBക്ക് നൽകുന്നത്. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂറൊപ്പം ചേരുന്നു. അരുൺ, പറയൂ. തീർച്ചയായും കഴിഞ്ഞ മണ്ഡലകാലത്തിന്റെ തുടക്കത്തിൽ ദേവസ്വം മന്ത്രി VN വാസവനും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്തും പറഞ്ഞ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. അതായത് ശബരിമലയുടെ സ്വപ്ന പദ്ധതിയാണ് സോളാർ പ്ലാന്റ് നിർമ്മിക്കുക എന്നത്. അത് വലിയ രീതിയിലുള്ള ഗുണം ചെയ്തും അത് വരുമാന തലത്തിലാണെങ്കിൽ പോലും ഒരുപാട് കോടി രൂപയുടെ ലാഭം ഉണ്ടാകുന്ന ഒരു പദ്ധതിയാണ് എന്ന് പറഞ്ഞായിരുന്നു കഴിഞ്ഞ മണ്ഡലകാലത്തിന്റെ തുടക്കത്തിൽ ഈ ഒരു പദ്ധതി ദേവസ്വം ബോർഡ് ആവിഷ്കരിച്ചത്. പക്ഷേ ആ പദ്ധതിയുമായി ഇവർ മുന്നോട്ട് പോയിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സിയാലിനെ സമീപിക്കുകയും സിയാൽ സൗജന്യമായി തന്നെ ഇതിന് ടെക്നിക്കൽ സപ്പോർട്ട് നൽകാമെന്നുള്ള ഉറപ്പ് നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 1 രൂപ പോലും മുടക്കില്ലാതെ ഈ പദ്ധതി നിർമ്മിച്ച് നൽകാമെന്ന് ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനം കൂടി വാക്ക് നൽകി. ഇതോടെ വലിയൊരു പ്രതീക്ഷയിലായിരുന്നു ദേവസ്വം ബോർഡ്. പദ്ധതിയുമായി ശരവേഗത്തിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. അങ്ങനെ 1 രൂപ പോലും മുടക്കില്ലാതെ ശബരിമലയിൽ സോളാർ പദ്ധതി നിർമ്മിക്കുകയാണെങ്കിൽ അത് ദേവസ്വം ബോർഡിന് വലിയ ഗുണം ചെയ്യും. കാരണം 6.5 കോടി രൂപയിലധികമാണ് ഒരു വർഷം വൈദ്യുത ചാർജ് ഇനത്തിൽ KECBക്ക് ദേവസ്വം ബോർഡ് നൽകുന്നത്. അതൊരു ഭീമമായ തുകയാണ്. ആ ഭീമമായ തുക കുറയ്ക്കാൻ കഴിയുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസമായിരുന്നു ദേവസ്വം ബോർഡിനുള്ളത്. പക്ഷേ ഈ ഒരു സമയത്താണ് ദേവസ്വം ബോർഡിന് വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് KECB രംഗത്തെത്തുന്നത്. അതായത് വൈദ്യുതി വിതരണ ലൈനുകൾ കാലപ്പഴക്കം ചെന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് മാറ്റി നിർമ്മിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ പുതിയ ലൈനുകൾ നിർമ്മിച്ചാൽ മാത്രമേ ഈ സോളാർ പദ്ധതി ഇവിടെ നടപ്പാക്കാൻ അനുവദിക്കൂ എന്നുള്ളതാണ് KECBയുടെ ഒരു നിലപാട്. ഈ നിലപാട് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാക്കി. ഇത്തരത്തിൽ പുതിയ ലൈനുകൾ ഇടണം എങ്കിൽ അത് 50 കോടി രൂപയിലധികം ചിലവ് വരും. അത് ദേവസ്വം ബോർഡ് വഹിക്കണമെന്നുള്ള ഒരു കാര്യം കൂടി KECB അറിയിക്കുകയും ചെയ്തു. ഇത് വലിയ രീതിയിലുള്ള 2 വകുപ്പുകൾ തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു തർക്കത്തിനും ഇടയായി. ഇതും തർക്കം പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദേവസ്വം അതോടൊപ്പം തന്നെ വൈദ്യുതി മന്ത്രിമാരുടെ യോഗം തിരുവനന്തപുരത്ത് ചേർന്നപ്പം KECB ഈ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്തു. അതോടെ പദ്ധതി നിർജീവ അവസ്ഥയിലായി. പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലേക്കാണ് നിലവിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചോളം ഇത് ഒരു കടുത്ത അതൃപ്തിക്ക് തന്നെ കാരണമായിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തുന്ന ശബരിമലയിൽ ഒരു ബൃഹത്തായ പദ്ധതിയാണ് ദേവസ്വം ബോർഡ് കൊണ്ടുവന്നുവെന്നാണ് അവർ പറയുന്നത്. അതിലേറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്, ഈ പദ്ധതി കൊണ്ടുവരികയാണെങ്കിൽ ശബരിമലയിൽ പൂർണ്ണമായും സോളാർ വൈദ്യുതിയിലേക്ക് കാര്യങ്ങൾ എത്തും. അത് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചോളം ഏറെ ആശ്വാസകരമായുള്ള കാര്യമാണ്. ഈ വൈദ്യുതി ചാർജ് ഇനത്തിൽ നൽകുന്ന തുക മറ്റ് വികസന പ്രവർത്തനങ്ങൾക്ക് ശബരിമലയിൽ നടത്താൻ കഴിയും എന്നായിരുന്നു ദേവസ്വം ബോർഡ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ വകുപ്പുകൾ തമ്മിലുള്ള വരുമാനം കുറയുമെന്ന പേടിയാണ് ഈ തടസ്സത്തിന് പിന്നിൽ. ദേവസ്വം ബോർഡ് അതാണ് പറയാതെ പറയുന്നത്. കാരണം അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 6.5 കോടി രൂപയാണ്. 6.5 കോടി രൂപയിലധികമാണ് ഒരു വർഷം KECBക്ക് വരുമാന ഇനത്തിൽ ദേവസ്വം ബോർഡ് നൽകുന്നത്. ശരിക്കും ഭീമമായ ഒരു തുക തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ വരുമാനക്കുറവ് ഉണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്ക KECBക്ക് സ്വാഭാവികമായും ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ പദ്ധതിക്ക് തുരങ്കം വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ മന്ത്രി തലത്തിലടക്കം ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ചർച്ച, അത് തിരുവനന്തപുരത്ത് തന്നെ മന്ത്രി VN വാസവനും K കൃഷ്ണൻകുട്ടിയും തമ്മിൽ ചർച്ച വരെ നടത്തിയിരുന്നു. പക്ഷേ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ ദേവസ്വം ബോർഡിന് ആയിട്ടില്ല. അത്ര വലിയ ഇടപെടൽ നടത്തിയിട്ട് പോലും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. ശബരിമലയെ സംബന്ധിച്ചോളം ഈ സോളാർ സ്ഥാപിക്കുക എന്നത് ദേവസ്വം ബോർഡിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ ഏതറ്റം വരെയും മുന്നോട്ട് പോകുമെന്നായിരുന്നു ദേവസ്വം ബോർഡ് പറഞ്ഞിരുന്നത്. സിയാൽ MD ശബരിമലയിൽ നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയും പൂർണ്ണമായും സൗജന്യമായി തന്നെ ടെക്നിക്കൽ സഹായം നൽകും എന്നുള്ള ഒരു കാര്യം കൂടി അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പദ്ധതി പൂർണ്ണമായി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ് എന്നാണ് ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ തന്നെയും പറയുന്നത്. കൃഷ്ണരാജ്.